പടം സൂപ്പർ അടിപൊളിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയം അടിപൊളിയായിരുന്നു. എങ്ങനെ ഫാമിലി മൂവി? ഫാമിലി മൂവി. കോമഡി എല്ലാം അടിപൊളി. ഫാമിലി ഇഷ്ടപ്പെടുന്നതാണ്. ചേച്ചി പടം ഉണ്ടായിരുന്നു. ഫാമിലി മൂവി കോമഡിയൊക്കെ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ചിരിച്ചോ? ധ്യാൻ ചേട്ടനുണ്ട് സൂപ്പറായിരുന്നു. നല്ലോണം നല്ല സിനിമയാണ്. സൂപ്പറായിരുന്നു. പടം സൂപ്പറാട്ടാ. കേറും. അടിപൊളി പടാ. ചിരിക്കാനുണ്ട്. നേരം പോകണ്ട. എന്തായാലും ഒരുപാട് നെഗറ്റീവ് ട്രോളല്ല കമന്റ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല. പടം ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഇതാ. അല്ലേ നെഗറ്റീവായിട്ട് ഒന്നും നന്നായിട്ട് ഇന്നലെ റിലീസ് ചെയ്തു അല്ലേ? ഇന്നലെ റിലീസ് ഇപ്പോഴാണ് റിലീസ്. ഇപ്പോൾ കഴിഞ്ഞതുള്ളൂ. അതിന് ട്രോള് വരാനൊന്നും തോന്നിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് നല്ല ഫോട്ടോഗ്രാഫി, നല്ല എഡിറ്റിംഗ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. അത് പല പല കുടുംബങ്ങളിലൂടെ ചേർന്നുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധനം വന്നേക്കുന്നത്. നമുക്ക് തന്നെ തോന്നും നമുക്കറിയാമെന്നുള്ള ചില കുടുംബങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളാണല്ലോ. അപ്പം അങ്ങനെ ഒരു ആനുകാലിക പ്രാധാന്യമുള്ള നല്ലൊരു കുടുംബ ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്ത കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ സിനിമ സുരേഷ് തിരുവല്ലയുടെ, അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവാണ് ഇതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബിഗ് ബോസിലുണ്ടായിരുന്ന ആഷാണ് ഷാജി നവോദയ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന SP മാഹിർ സാറ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവക്കക്കാരനാണ്, ചെറിയക്കാരൻ. നന്നായിട്ട് ഡയറക്ഷൻ, മീൻസ് എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് തന്നെയാണ് തോന്നിയത്. നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന, ചില കുടുംബങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളാണ്. നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നമുക്കറിയാമെന്നുള്ള കുറേ പേർക്ക് ഇതുണ്ടല്ലോ എന്നുള്ള. അപ്പം അങ്ങനെ ഒരു റിയലിസ്റ്റിക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവി കാണണം. കണ്ടിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിച്ച് കളയരുത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നേരിട്ട് കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിലൊരു റോള് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാനത് ഡയറക്ടറോട് പറയുകയും ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ധ്യാൻ ശ്രീനിവാസന് നല്ല പെർഫോമൻസ്, ഞാൻ നാച്ചുറലായിട്ട്. പക്ഷെ ധ്യാനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇത് പ്രൊഡ്യൂസറാണ് ലീഡ് ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബെന്നി പീറ്റർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്.